പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കണ്ണെത്താ ദൂരത്തോളം വലിയ സ്വപ്നങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണോ നിങ്ങൾ? ലക്ഷ്യങ്ങളിലേക്ക് കുതിക്കാൻ ആഗ്രഹിക്കുമ്പോഴും പ്രതിസന്ധികളുടെയും പരാജയങ്ങളുടെയും കൊടുങ്കാറ്റിൽപ്പെട്ട് നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ചിറകുകൾ ഒടിഞ്ഞുപോയിട്ടുണ്ടോ? ഇനി മുമ്പോട്ടൊരു വഴിയില്ല എന്ന് കരുതി നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾക്ക് ജീവനും ചിറകും നൽകാൻ, വിജയത്തിന്റെ ആകാശത്തിലേക്ക് പറത്തിക്കൊണ്ടുപോകാൻ വിശുദ്ധ ബൈബിൾ നൽകുന്ന ചില വലിയ രഹസ്യങ്ങളുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ദൈവത്തിന്റെ വചനം നൽകുന്ന ആ വലിയ കരുത്തിനെ കുറിച്ചാണ്. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുള്ള ആ വലിയ സ്വപ്നം അത് വെറുതെ ഉണ്ടായതല്ല. ബൈബിളിൽ യെരമ്യാ പ്രവചനം 29 അധ്യായം 11 വാക്യത്തിൽ ദൈവം വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ ജനിക്കുന്നതിന് മുൻപേ നിങ്ങളെക്കുറിച്ച് വലിയൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയ ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വലുതാണെന്നോർത്ത് ഭയപ്പെടേണ്ട. ആ സ്വപ്നങ്ങൾ നിങ്ങളിൽ നിക്ഷേപിച്ചത് ദൈവമാണെങ്കിൽ അത് പൂർത്തീകരിക്കാനുള്ള വഴിയും ദൈവം തന്നെ ഒരുക്കി തരും. സ്വപ്നങ്ങളിലേക്ക് നടക്കുമ്പോൾ തടസ്സങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ ആ തടസ്സങ്ങളെ കണ്ട് നമ്മൾ തകർന്നു പോകുമ്പോഴാണ് സ്വപ്നങ്ങൾ മരിക്കുന്നത്. യെശയ്യാ പ്രവചനം 40 അധ്യായം 31 വാക്യം നമുക്ക് നൽകുന്ന വാഗ്ദാനം നോക്കൂ. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ താഴേക്ക് വീഴാനല്ല, മറിച്ച് കഴുകനെ പോലെ ആ കൊടുങ്കാറ്റിനെ തന്നെ ഒരു ഇന്ധനമാക്കി മാറ്റി പ്രതികൂല സാഹചര്യങ്ങൾക്ക് മുകളിൽ പറന്നുയരാനാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവന് നഷ്ടപ്പെടുന്നത് ഭയം മാത്രമായിരിക്കും, പകരം ലഭിക്കുന്നത് ഒരു പുതിയ ഊർജമായിരിക്കും. ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ വരും, എനിക്കതിന് കഴിവുണ്ടോ, ഞാൻ വിചാരിച്ചാൽ ഇത് സാധിക്കുമോ എന്നൊക്കെ. നമ്മുടെ സ്വന്തം കഴിവുകളിൽ നാം സംശയിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം 13 വാക്യത്തിലൂടെ നമുക്ക് വലിയൊരു ആത്മവിശ്വാസം ലഭിക്കുന്നുണ്ട്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. വിജയമെന്നത് നിങ്ങളുടെ മാത്രം മിടുക്കല്ല, നിങ്ങളുടെ കഠിനാധ്വാനത്തിനൊപ്പം ദൈവത്തിന്റെ കൃപ കൂടി ചേരുമ്പോൾ അസാധ്യമായി ഒന്നും ഉണ്ടായിരിക്കില്ല. ചരിത്രത്തിൽ വലിയ വിജയങ്ങൾ നേടിയ ദാവീദും ജോസഫും ദാനിയേലുമെല്ലാം സാധാരണക്കാരായിരുന്നു. എന്നാൽ അവരുടെ സ്വപ്നങ്ങൾക്ക് ദൈവത്തിന്റെ പിൻബലമുണ്ടായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ സ്വപ്നങ്ങൾ എത്ര വലിയതുമായിക്കൊള്ളട്ടെ, അതിനെ തകർക്കാൻ ഈ ലോകത്തിലെ ഒരു പ്രതികൂല സാഹചര്യത്തിനും കഴിയില്ല. നിങ്ങളിൽ വിശ്വസിക്കുന്നതിനേക്കാൾ, നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുന്നതിനേക്കാൾ നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കൂ. ഇന്നു മുതൽ ഒരു പുതിയ തുടക്കം കുറിക്കൂ. നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി കഠിനമായി അധ്വാനിക്കുക, ബാക്കി ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകാൻ ദൈവത്തിന്റെ വചനം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കായി ഷെയർ ചെയ്യുക. ദൈവിക ജ്ഞാനവും ആന്തരിക സമാധാനവും നൽകുന്ന കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.